ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ സാബു അണ്ണൻ ക്യാപ്റ്റനായ ആദിലേക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. പണി മറ്റൊന്നുമില്ല, രാവിലെ പാട്ടിടുന്ന സമയത്ത് എഴുന്നേറ്റില്ല എന്നുള്ള ഒരു കാര്യം സാബു അണ്ണൻ ചോദിക്കുന്നുണ്ട്. പാട്ടൊക്കെ ഇട്ടിരുന്നു, പാട്ടിട്ട് കാസറ്റ് വള്ളി 2-3 വട്ടം അവർ തിരിച്ചിട്ട് ആ കാസറ്റ് വള്ളി പൊട്ടാറായി എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ എഴുന്നേറ്റിരുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം സാബു പറയുന്നത് ഇല്ല, ഞാൻ കണ്ടു, ഇപ്പോഴാണ് അങ്ങോട്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നു. ശരി വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. ഗാർഡൻ ഏരിയയിൽ കൊണ്ടുപോയതിന് ശേഷം അവിടോട്ട് കൊണ്ട് നിർത്തിയതിന് ശേഷം പറയുന്നുണ്ട്, രാവിലെ ഇവിടെ നിന്നൊന്ന് നോക്കിക്കേ, രാവിലെ ബിഗ് ബോസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പം അതിൽ പറയുന്നുണ്ട് ഞാൻ 6 സീസണൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് എന്നൊന്ന് ഇമാജിൻ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ക്യാമറ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നു, രാവിലെ പ്രഭാതമാകുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പാട്ടിടുന്നു, അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നു എന്നല്ലേ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഈ ക്യാമറ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണമെന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാബുവണ്ണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കുന്നത് എന്തുവാ, മൊത്തം ഡ്രസ്സുകൾ വിരിച്ചിട്ടിരിക്കുകയാണ്, അവരുടെ അടിവസ്ത്രങ്ങളെല്ലാം നിരത്തി അവിടെ വിരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ സാബുവണ്ണം പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ക്യാമറ പിടിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം മാരുതി കോർണറുണ്ട്, അവിടെ മൊത്തം തുണി നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഇവർ സ്പോൺസർ കൊടുത്തിരിക്കുന്നതാണ്, ഇവർ വിചാരിക്കും ഇപ്പോഴെൻ്റെ പരസ്യം വരും, ഇപ്പോൾ എൻ്റെ പരസ്യം വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരസ്യം അവർ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, കാരണം അവിടെ എല്ലാം തുണികൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരസ്യം മുടക്കിയ ഓണർ ഈ പറയുന്ന ബിഗ് ബോസിന് പൈസ കൊടുക്കുമോ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിലൊക്കെ അവിടെ സാബുമോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ആദില പിന്നെ ആ ഡ്രസ്സുകളൊക്കെ അവിടുന്ന് പറക്കി കെട്ടിക്കൊണ്ട് പോകുന്നുമുണ്ട്. എന്തായാലും ഈ പറയുന്ന സാബുമോൻ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം വീഡിയോ പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ പിടിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒഴിവൊക്കെ വേണ്ടേ. ഇവിടെ എല്ലായിടത്തും കൊണ്ടുവന്ന് ഇങ്ങനെ തുണികൾ ഇങ്ങനെ അടിവസ്ത്രങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു, ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കും, ഒരു അച്ചടക്കമൊന്നും ഇല്ല. അത് പുള്ളിക്കാരൻ അവിടെ ചൂണ്ടിക്കാണിച്ചു. പിന്നെ ആദില എല്ലാവരോടും വന്ന് പറഞ്ഞു, എല്ലാം മാറ്റാൻ പറഞ്ഞു. പിന്നെ അവിടെ കിടന്ന എക്സസ് ആയിട്ടുള്ള തുണികളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.